Nikon Coolpix P900 ക്യാമറയാണിത്. ക്യാമറ നമുക്കിപ്പോൾ ഒരു ഹോം പർപ്പസിന് പറ്റിയൊരു ക്യാമറയാണ്. എന്നാൽ ബ്ലോഗിങ് ചെയ്യാം. അത്യാവശ്യം നമുക്ക് ഔട്ട്ഡോർ നല്ല സൂമിങ് കിട്ടാവുന്ന ഒരു ക്യാമറയാണ്. ഇതിന്റെ ക്യാമറയുടെ പിക്സൽ വരുന്നത് 16 പിക്സലാണ് വരുന്നത് കേട്ടോ. 16 പിക്സലാണ്, മെഗാ പിക്സലാണ് ഈ ക്യാമറയ്ക്ക് വരുന്നത്. അതിൽ വരുന്നത് 2000 mm വരുന്നുണ്ട്. ഇതിന്റെ സൂമിങ് വരുന്നുണ്ട്. 24 തൊട്ടിട്ട് 2000 mm വരെ വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഫോക്കസിങ് ഹൈ സ്പീഡാണ് ഇതിന്റെ AF വരുന്നത്. പിന്നെ ഇതിന്റെ ഫ്ലാഷ് വന്നേക്കുന്നത് മാനുവലാണ്, മാനുവൽ സ്വിച്ച് ആണ്. അപ്പൊ അത്യാവശ്യം ഒരു 200 സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യാവുന്ന ഒരു ഫ്ലാഷാണ് ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. 200 സ്ക്വയർ ഫീറ്റ് റൂം കേട്ടോ. ചെറിയ അത്യാവശ്യം ഔട്ട്ഡോർ ലൈറ്റ് ഫിൽ ആവില്ല. ചെറിയ റൂമുകൾക്കൊക്കെ 200 സ്ക്വയർ ഫീറ്റ് റൂം വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ലൈറ്റ് കിട്ടാവുന്ന ഒരു ഫ്ലാഷാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ബിൽഡിൻ മൈക്ക് വരുന്നത് സ്റ്റീരിയോ മൈക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ GPS ഉണ്ട്, ബിൽഡിൻ GPS ആണ്. ഇതിൽ GPS കൂടെ ഉണ്ട്, ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നിക്കോർ ആണ് വരുന്നത്. 83x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്, വൈഡ്. പിന്നെ ഇതിന്റെ വീഡിയോ വരുന്നത് ഫുൾ HD ആണ്. ഈ ക്യാമറയ്ക്ക് ഫുൾ HD ഉണ്ട്. പിന്നെ ഈ സൈഡ് ഭാഗത്ത് ലെൻസിന്റെ ഭാഗത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ ടെലിവൈഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്വിച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ടെലിവൈഡ് സ്വിച്ച് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫ്ലാഷ് സ്വിച്ച് വരുന്നത്. ഇവിടെയാണ് അതിന്റെ മൈക്ക്, സ്റ്റീരിയോ മൈക്ക് വരുന്നത് ഫ്രണ്ട് ഭാഗത്ത്. പിന്നെ ഇതിന് നമ്മുടെ അഡീഷണൽ ഫ്ലാഷ് വെക്കാൻ പറ്റില്ല. അഡീഷണൽ ഫ്ലാഷ് വെക്കാനുള്ള ഓപ്ഷൻസ് ഈ ക്യാമറയ്ക്ക് ഇല്ല. P900 ഈ ഉള്ള ബിൽഡിൻ ഫ്ലാഷിൽ തന്നെയാണ് ഇതെടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ വരുന്ന മോഡ് സ്വിച്ച് സാധാ ക്യാമറയ്ക്ക് വരുന്ന പോലെ തന്നെ മോഡ് സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. മാനുവൽ ഓട്ടോ ഒക്കെ മാറ്റാവുന്ന മോഡ് സ്വിച്ച്. അതുപോലെ തന്നെ ഫംഗ്ഷൻ സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ ടെലിവൈഡ് സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ക്രോളിംഗ് സ്വിച്ച് ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫോട്ടോസ് മാറ്റാവുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷട്ടർ സ്പീഡൊക്കെ മാറ്റാനായിട്ട് സ്ക്രോളിംഗ് സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ഒരു സ്വിച്ച് ഷോർട്ട് കീ വന്നേക്കുന്നത് വ്യൂ ഫൈൻഡർ ഒക്കെ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. വ്യൂ ഫൈൻഡർ മാത്രം ആക്കണമെങ്കിൽ സ്വിച്ച് നിൽക്കാം, സ്ക്രീനിലേക്ക് കൊണ്ടുവരുകയും ചെയ്യാം. ഡിസ്പ്ലേ സ്വിച്ച്, റെക്കോർഡിംഗ്, പിന്നെ വൈഫൈ സ്വിച്ച് ഡയറക്റ്റ് ഷോർട്ട് കീ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈഫൈ നമുക്ക് പെയർ ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലേ മോഡ് സ്വിച്ച്, പിന്നെ ഒരു സ്ക്രോളിംഗ് സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഓപ്ഷൻസ്, മെനു, ഡിലീറ്റ്, അങ്ങനെയുള്ളൊരു സ്വിച്ചുകൾ. പിന്നെ ഒരു സെൻസർ വന്നിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് വ്യൂ ഫൈൻഡറിന്റെ അടുത്തേക്ക് വ്യൂ ഫൈൻഡർ യൂസ് ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ ഓഫ് ചെയ്യാനായിട്ട് ഒരു സെൻസർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാരണം LCD ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തിരിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് സ്ക്രീൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് സ്ക്രീൻ സൈസ് ചെറുതാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബിൽഡിൻ USB വരുന്നുണ്ട്. അതായത് USB സോക്കറ്റ് വഴി നമുക്ക് സാധാരണ നമ്മുടെ മൊബൈലിന്റെ ചാർജർ തന്നെ ഉപയോഗിച്ചിട്ട് 2 ആംപിയർ അല്ലെങ്കിൽ 3 ആംപിയറിന്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ഈ ക്യാമറ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മിനി HDMI വരുന്നുണ്ട്. അഡീഷണൽ നമുക്ക് സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ വേറൊരു ടിവിയിലേക്കൊക്കെ HDMI ടിവിയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മിനി HDMI സോക്കറ്റ് ആണ്. പിന്നെ സാധാരണ നമ്മുടെ ചാർജിങ് സോക്കറ്റ് നമ്മുടെ മൊബൈലിന്റെ. പിന്നെ ലെൻസ് നമുക്ക് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ചെയ്യാം. ക്യാമറ ഓൺ ചെയ്ത് കാണിക്കാം. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിക്കോണിന്റെ ക്യാമറയിൽ ഏറ്റവും സൂമിംഗ് ഉള്ള ഒരു ക്യാമറയാണ് P900 ക്യാമറ. നല്ല രീതിയിൽ സൂമിംഗ് ഉള്ളതാണ്. ഈ ഫുൾ സൂം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ട്രൈപോഡിലേക്ക് പോകേണ്ടി വരും. അതായത് ഒരു 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 തൊട്ടിട്ട് ഒരു 100 കഴിഞ്ഞാൽ നമ്മൾ ട്രൈപോഡ് വെച്ചെടുക്കണം. 150 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ക്യാമറ നമ്മുടെ കയ്യാനുണ്ടെങ്കിലും അത് പടത്തിൽ നല്ല എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ 150 തൊട്ട് സൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രൈപോഡ് വെച്ചെടുക്കേണ്ടി വരും.
അല്ലെങ്കിൽ പടം ചെറുതായിട്ട് ഷേക്ക് വരും. എന്നാൽ ഇതിൽ ഷേക്ക് വരാണ്ടിരിക്കാൻ ഇതിൽ ബിൽഡിൻ സ്റ്റെബിലൈസർ ഉണ്ട്. അതിനൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അധികം കൺട്രോൾ ചെയ്യുക, അതായത് VR എന്ന് പറയും. VR വർക്ക് ചെയ്യും ടെലിവൈഡ് കൂടുമ്പോൾ. നല്ല സൂമിങ്ങിലൊക്കെ എത്തുമ്പോൾ VR ശരിക്കും വർക്ക് ചെയ്യും. നമ്മുടെ ക്യാമറ എങ്ങോട്ടാണോ ഷേക്ക് ചെയ്യണം അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ലെൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും VR ഫംഗ്ഷൻ. അപ്പം ആ VR ഫംഗ്ഷൻ കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ അത്യാവശ്യം പടം നമുക്ക് ട്രൈപോഡ് ഇല്ലാണ്ട് തന്നെ നല്ല രീതിയിൽ കിട്ടാൻ സാധിക്കും. പക്ഷെ എന്നാലും 150 തൊട്ട് ട്രൈപോഡിൽ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കും ഇതിന്. ബാറ്ററി 3.8 വോൾട്ട് 1850 mAh ആണ് ബാറ്ററി വരുന്നത്. അതായത് 7.1 AH 3 വോൾട്ടിൽ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫോട്ടോസ് ആണെങ്കിൽ ഒരു ഫങ്ഷൻ ഒരു ഫുൾ ഫങ്ഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഫോട്ടോസ് ആണെങ്കിൽ കേട്ടോ. വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ 4K പെട്ടെന്ന് തീരും. 1 മണിക്കൂറിന് താഴെയായിട്ട് തീരാം. 2 ബാറ്ററിക്ക് വേണ്ടി വരും. ഇനി അതല്ല ഫുൾ HD ആകുമ്പോൾ കുറച്ചുകൂടെ ലാസ്റ്റിങ് കൂടും. ഒരു 1 മണിക്കൂറിന് മേലെയായിട്ട് 1.5 മണിക്കൂറിൻ്റെ അടുത്തേക്കായിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ അഡീഷണൽ ബാറ്ററി തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. മെമ്മറി കാർഡ് സാധാ SD കാർഡാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മെമ്മറി കാർഡ് സാധാ നോർമൽ SD കാർഡാണ്. പക്ഷേ ഇതിൽ ഇട്ടിരിക്കുന്നത് കസ്റ്റമർ ഇട്ടിരിക്കുന്നത് ക്യാമറയുടെ 45 MB/s സ്പീഡുള്ളൂ. അത് പോരാണ്ട് വരും. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ 4K ഫുൾ HD ഒക്കെ ആകുമ്പോൾ ഒരു 100 ഇല്ലെങ്കിൽ 200 300ൻ്റെ സ്പീഡുള്ള കാർഡൊക്കെ പെർ സെക്കൻഡ് സ്പീഡുള്ള കാർഡ് ഇടുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ഫാസ്റ്റായിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ വ്യൂ ഫൈൻഡർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് വരുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ കണ്ണിനനുസരിച്ച് നമുക്ക് പവറിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ അത് കൊണ്ടുചെല്ലാം. അപ്പോൾ ഒരുവിധം എല്ലാം ഇതിൽ കവറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രേ ഉള്ളൂ നിക്കോൺ P900 ക്യാമറയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ തരത്തിലുള്ള ക്യാമറ ഏകദേശം വില വരുന്നത് ഒരു 28-29 രൂപയുടെ അടുത്ത് വരുന്നുണ്ടെന്നുണ്ട്. 28 രൂപ എന്ന് തോന്നണു, എനിക്ക് കറക്റ്റ് അറിയില്ല. ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ വിലയുള്ള ഒരു ക്യാമറയാണ്. എന്നാൽ ഹോം പർപ്പസിനും ബ്ലോഗിങ്ങിനും രണ്ട് യൂസിന് പറ്റിയൊരു ക്യാമറയാണ്. അത്യാവശ്യം ഒരു ക്യാമറയിൽ തന്നെ എല്ലാ ഏരിയകളിലും പോയി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ടെലിവൈഡ് കൂടുതലുണ്ട് ഇതിന്.